ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും, ഇതൊക്കെ എത്ര കേട്ടതാ, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന്. സത്യം പറയാമല്ലോ, 10 വർഷത്തിന് മുമ്പ് ഞാനും ഈ ലോ ഓഫ് അട്രാക്ഷൻ ബോധപൂർവ്വം ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് എനിക്കും ഇതേ ഫീലിംഗ് തന്നെയായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ പെട്ടെന്ന് തന്നെ നടന്നു, എന്നാൽ ചിലതാകട്ടെ എത്ര പരിശ്രമിച്ചിട്ടും നടന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ എവിടെയാണ് തോറ്റുപോകുന്നത്? നമ്മുടെ മൈൻഡും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എവിടെയാണ് മിസ്സാകുന്നത്? ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ രീതിയിൽ ഇന്ന് സംസാരിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില കെണികളിൽ പോയി വീഴാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്ന, ആകർഷണ നിയമത്തിൻ്റെ ശക്തി കുറയ്ക്കുന്ന 5 പ്രധാന ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് അടിയുറച്ച വിശ്വാസമില്ലായ്മ. ആദ്യത്തെ കാര്യം വിശ്വാസമാണ്, അല്ലേ? ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ സംഗതി അല്പം കോംപ്ലിക്കേറ്റഡാണ്. വെറുതെ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നതല്ല ഇവിടെ കാര്യം. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കണം. നിങ്ങളൊരു വലിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിതിനുള്ള പണമൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ നടക്കുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ അവിടെ തീർന്നു. ആ സംശയം ഒരു വിപരീത എനർജി ആയിട്ട് പ്രവർത്തിക്കും. പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ഉറപ്പുള്ളതാണെന്നാണ്. അതുകൊണ്ട് സംശയങ്ങൾ മാറ്റിവെക്കുക ആദ്യം. ഇതിനായി നിങ്ങൾ ഈ വിഷയത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ വിജയിച്ചവരുടെ കഥകൾ കേൾക്കാം. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇതെനിക്ക് സാധ്യമാണെന്ന്. അതായത് നിങ്ങളുടെ ഉള്ളിലെ സംശയങ്ങളെ മാറ്റിയെടുക്കാതെ ഈ നിയമം വർക്ക് ചെയ്യില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തേത്, എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുക. രണ്ടാമത്തെ വില്ലൻ നമ്മുടെ നെഗറ്റീവ് ചിന്താഗതിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ എപ്പോഴും എനിക്കതില്ല, ഇതില്ല, എനിക്കെപ്പോഴും കഷ്ടപ്പാടാണ് എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങൾ മാത്രമേ തരുള്ളൂ. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണിത്. നിങ്ങൾ ചിരിച്ചാൽ കണ്ണാടി ചിരിക്കും, നിങ്ങൾ മുഖം ചുളിച്ചാൽ കണ്ണാടിയും മുഖം ചുളിക്കും. എനിക്ക് പരാജയം സംഭവിക്കുമോ എന്ന പേടിയോടെ ഇരുന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാനും നന്ദി പറയാനും ശീലിക്കുക. പോസിറ്റീവായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരൂ. ഇനി മൂന്നാമത്തേതാണ് ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നത്, അതായത് വെറുതെ ഇരിക്കുക. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ചിന്ത മാത്രമല്ല, അതോടൊപ്പം പ്രവൃത്തിയും വേണം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒരേ ലൈനിൽ വരണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു നല്ല ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി മനസ്സിനെ പാകപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു റെസ്യൂം തയ്യാറാക്കാനും ഇൻ്റർവ്യൂവിനായി തയ്യാറെടുക്കാനും നിങ്ങൾ റെഡി ആയിരിക്കണം. നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴാണ് പ്രപഞ്ചം 10 ചുവട് നിങ്ങളിലേക്ക് വരുന്നത്. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും, പക്ഷേ അത് പിടിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മാത്രം പോരാ, ആ ആഗ്രഹത്തിലേക്കുള്ള വഴി നടന്നു തുടങ്ങുകയും വേണം. ഇനി നാലാമത്തേതാണ് ക്ഷമയില്ലാതെ റിസൾട്ടിനായിട്ട് ഓടുക. നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് കാലത്ത് എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് കിട്ടണം. ഇന്ന് വിചാരിച്ചാൽ നാളെ നടക്കണം. എന്നാൽ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. നമ്മളൊരു വിത്ത് മണ്ണിൽ പാകിയാൽ അത് മുളച്ച് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതിനിടയിൽ ഓരോ ദിവസവും മണ്ണ് മാന്തി നോക്കിയാൽ ആ വിത്ത് നശിച്ചുപോയില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. പെട്ടെന്ന് റിസൾട്ട് കാണുന്നില്ല എന്ന് കരുതി നിരാശപ്പെടുകയോ ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അയക്കുന്ന പോസിറ്റീവ് എനർജി അവിടെ മുറിഞ്ഞു പോകും. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് അത് നൽകുമെന്ന് വിശ്വസിക്കുക. ആ യാത്ര ആസ്വദിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം.
ഇനി അഞ്ചാമത്തേതാണ് നമ്മുടെ മനസ്സിനുള്ളിലെ വൈകാരിക ബ്ലോക്കുകൾ, അതായത് ഇമോഷണൽ ബ്ലോക്കുകൾ. അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഉള്ളിലെ ഇമോഷണൽ ബ്ലോക്കുകളെ കുറിച്ചാണ്. പഴയ കാലത്തെ ചില മുറിവുകൾ, ആരോടെങ്കിലും ഉള്ള ദേഷ്യം, കുറ്റബോധം അല്ലെങ്കിൽ പേടി, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇതൊരു പൈപ്പിലെ തടസ്സം പോലെയാണ്. വെള്ളം വരണമെങ്കിൽ ആ തടസ്സം മാറണം. നിങ്ങൾ പുറമേ പോസിറ്റീവായി കാണിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ വലിയൊരു വിഷമമുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. പഴയ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ മറക്കാനോ ശ്രമിക്കുക. അതിനുവേണ്ടി മെഡിറ്റേഷൻ, കാര്യങ്ങൾ എഴുതി വെക്കുക, അതായത് ജേർണലിംഗ് തുടങ്ങിയ രീതികൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. മനസ്സ് ശാന്തവും സന്തോഷപ്രദവുമാകുമ്പോഴാണ് ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലമാകുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടാവും. ഇത് മാറാൻ സമയമെടുക്കും, പക്ഷേ നിങ്ങളൊന്ന് ശ്രമിച്ചു തുടങ്ങിയാൽ ആ മാറ്റം അത്ഭുതകരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്